ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇനി കംപ്ലൈന്റ് ആയ ഫാൻ നേരാക്കാൻ പോവുകയാണ്. ഇത് കുറച്ചു കാലം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫാനാണ്. ഇതിന്ന് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ആദ്യം ഇതിൻ്റെ മുകളിലത്തെ സ്ക്രൂ അഴിക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഊരിയെടുക്കാം. ഫാൻ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രൊപ്പല്ലർ ഊരിയെടുക്കാം. അതിന് ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രൊപ്പല്ലർ ഊരിയെടുക്കാം. ഇത് ഭയങ്കര ടൈറ്റാണ്. പ്രൊപ്പല്ലർ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ഗ്രില്ല് ഊരാൻ വേണ്ടി ഈ സാധനം ഇടത്തോട്ട് തിരിക്കാം. ഇനി ഇത് ഊരിയെടുക്കാം. ഇനി മോട്ടറിന് മുകളിലുള്ള ക്യാപ്പ് ഊരിയെടുക്കാം. അത് ഊരിയെടുക്കാൻ ഇതിന് മുമ്പിൽ 4 സ്ക്രൂ ഉണ്ട്. അത് ഊരാം. ഇതിന് സ്ക്രൂ മാത്രമല്ല, ഇവിടെ ഒരു ക്ലിപ്പ് കൂടിയുണ്ട്. അതും കൂടി ഊരിയാലേ ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരി കിട്ടിയിട്ടുണ്ട്. ആണ് ഇതിൻ്റെ മോട്ടറിൻ്റെ അവസ്ഥ. മോട്ടർ ടൈറ്റായിരിക്കുകയാണ്. ഈ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ ആണി അടിച്ചിട്ട് ഊരാൻ പറ്റുന്നതാണ്. ഇനി മോട്ടറിൻ്റെ ഹെഡ് അയക്കാം. അതിനായി 4 സ്ക്രൂകളുണ്ട്. ഇതുപോലെ 4 സ്ക്രൂകൾ അഴിച്ചാൽ മാത്രമേ ആ ഹെഡ് ഊരിയെടുക്കാൻ പറ്റൂ. മോട്ടർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ ബെയറിങ്ങിലേക്ക് കുറച്ച് എണ്ണ കൊടുക്കാം. ഇതാണ് അതിനുള്ളിലെ കറങ്ങുന്ന സാധനം. മോട്ടറിൻ്റെ കോയിലിൽ ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. ഇത് തുടച്ച് വൃത്തിയാക്കാം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഫ്രണ്ടിൽ തുരുമ്പ് കയറിയതുകൊണ്ടാണ് മോട്ടർ കറങ്ങാത്തത്. തുരുമ്പ് കളയാൻ വേണ്ടി അതിൻ്റെ മുൻപ് വശം സാൻഡ് പേപ്പർ കൊണ്ട് ഉരയ്ക്കാം. ഇനി മോട്ടർ ഊരിയെടുത്തതുപോലെ തന്നെ അതിലേക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി മോട്ടറിൻ്റെ 4 നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ആക്കാം. ഇനി മോട്ടറിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് അടച്ചു വെച്ച് 4 നട്ടും ഇട്ട് ടൈറ്റ് ആക്കാം. ഇനി ഇവിടെയുള്ള സ്പ്രിങ് ശരിയായി കണക്ട് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ഗ്രില്ലൊക്കെ ഒരു ബ്രഷ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കാം. നേരത്തെ അഴിച്ചെടുത്ത മോട്ടറിൻ്റെ ക്യാപ്പൊക്കെ ഇതിലേക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സ്ക്രൂ ഇതിലേക്ക് വെച്ച് ടൈറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ ഗ്രില്ല് ഇതിലേക്ക് ഇട്ട് ടൈറ്റാക്കി പ്രൊപ്പല്ലർ ഉറപ്പിക്കാം. നേരത്തെ ഊരി വെച്ചാണ് ഞാനിതിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇത് ഇടത്തോട്ടാണ് തിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ലും കൂടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ ഫാനിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് കറണ്ടിൽ കൊടുത്ത് നോക്കാം. ഇനി ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഫാൻ വർക്കായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.